എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കുമുള്ള സംശയമാണ് ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി എത്രയാണെന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു ലോക്കോ പൈലറ്റിന്റെ കരിയർ ഗ്രാഫ് എന്താണെന്ന് നോക്കും. അതിനുശേഷം പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറി എന്താണെന്ന് നോക്കും. പിന്നീട് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി എത്രയാണെന്നുള്ളത് നോക്കും. അവസാനമായിട്ട് 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി എത്രയാണെന്നുള്ളത് നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയാലോ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ലോക്കോ പൈലറ്റിന്റെ കരിയർ ഗ്രാഫാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി സെലക്ഷൻ കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ്. അതിനുശേഷം 2-3 വർഷത്തിന് ശേഷം അദ്ദേഹം സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് മാറുന്നു. ഈ പറഞ്ഞ 2-3 വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ എവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. അതായത് ഏത് റെയിൽവേ സോണിലാണ് പോസ്റ്റ് ചെയ്യുന്നത്, ആ സോണിൽ ഏത് സ്ഥലത്താണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ സാധ്യതകളും അതിനെടുക്കുന്ന സമയവും. എല്ലാ പ്രൊമോഷൻസിനും ഇത് ബാധകമാണ്. സപ്പോസ് ഒരാൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു വലിയ ജംഗ്ഷൻ സ്റ്റേഷനിലാണെന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷൻ ആവും. നേരെ മറിച്ച് ചെറിയ സ്ഥലങ്ങളിലാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ പ്രൊമോഷൻ സാധ്യതകൾ കുറവാണ്, അതിനെടുക്കുന്ന സമയവും കൂടും. സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയതിനു ശേഷം അടുത്ത പ്രൊമോഷൻ വരുന്നത് ലോക്കോ പൈലറ്റ് ഷണ്ടിങ് ആണ്. അതായത് വലിയ ജംഗ്ഷൻ സ്റ്റേഷനിലൊക്കെ യാർഡ് മൂവ്മെന്റ്സ് ഉണ്ടാവും. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ മാറ്റിയിടുക, അല്ലെങ്കിൽ എഞ്ചിൻ മാറ്റിയിടുക, എഞ്ചിനും ട്രെയിൻ ഫോർമേഷനും തമ്മിൽ അറ്റാച്ച് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക തുടങ്ങിയ ചെറിയ മൂവ്മെന്റുകൾ ഒരു സ്റ്റേഷൻ യാർഡിൽ ചെയ്യുന്ന ആളെയാണ് ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്ന് പറയുന്നത്. നോർമലി ഒരു ട്രെയിൻ നിയന്ത്രിക്കുന്നത് 2 പേർ ചേർന്നാണ്. അതായത് ഒരു ലോക്കോ പൈലറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാവും. എന്നാൽ ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്ന് പറയുമ്പോൾ ആ ട്രെയിൻ നിയന്ത്രിക്കാൻ ഒരാൾ മാത്രമേ കാണൂ. കാരണം ചെറിയ ട്രെയിൻ മൂവ്മെന്റ്സ് ആണ്, പോരാത്തതിന് മാക്സിമം സ്പീഡ് 15 km/h കാണുള്ളൂ. ശരി, അടുത്ത പ്രൊമോഷൻ എന്താണെന്ന് നോക്കാം. ലോക്കോ പൈലറ്റ് ഷണ്ടിങ്ങിന് ശേഷം അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റ് ഗുഡ്സ് ആണ്. പേര് പോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ ഓടിക്കുന്ന ആളെയാണ് ലോക്കോ പൈലറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു ലോക്കോ പൈലറ്റിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ സമയമാണ് ലോക്കോ പൈലറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രൊമോഷൻ ലോക്കോ പൈലറ്റ് പാസഞ്ചർ ആയിട്ടാണ്. പാസഞ്ചർ ട്രെയിൻസ് ഓടിക്കുന്നതാണ് ജോലി. ലോക്കോ പൈലറ്റ് പാസഞ്ചറിന് ശേഷമുള്ള അവസാനത്തെ പ്രൊമോഷനാണ് ലോക്കോ പൈലറ്റ് മെയിൽ ആൻഡ് എക്സ്പ്രസ്. അതായത് രാജധാനി, വന്ദേ ഭാരത്, ശതാബ്ദി പോലുള്ള ഹൈസ്പീഡ് ട്രെയിൻസ് ഓടിക്കുന്ന ആളാണ് ലോക്കോ പൈലറ്റ് മെയിൽ ആൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റിന്റെ കരിയറിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കാനുള്ളത് പുതിയതായി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ സാലറി എത്രയാണെന്നുള്ളതാണ്. അതായത് അതാണ് കൂടുതൽ പേർക്ക് അറിയാനുള്ളതും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാനുള്ളതും. എന്നാ പിന്നെ നോക്കിയാലോ. ഇത് ഒരു സാലറി പേ സ്ലിപ്പിന്റെ മോഡലാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സാലറി പേ സ്ലിപ്പ് എടുത്തു നോക്കിയാൽ അതിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഏണിങ്സ് എന്ന് പറയും, മറ്റൊന്ന് ഡിഡക്ഷൻസ് എന്ന് പറയും. അതായത് സാലറി ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, അതിൽ നിന്ന് എത്ര രൂപ ഡിഡക്ഷൻസ് ആയിട്ട് പോകും. ഈ PF, NPS, ടാക്സ് എന്നൊക്കെ പറയാറില്ലേ, അതിനാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. ബേസിക് പേ, HR, DA തുടങ്ങിയതിനാണ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ പേ സ്ലിപ്പിന്റെ ഏണിങ്സ് പാർട്ടും ഡിഡക്ഷൻ പാർട്ടും 2 കോളങ്ങളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലിയിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ബേസിക് പേ അഥവാ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 19,900 രൂപയാണ്. ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ് മിക്ക അലവൻസുകളും കണക്കുകൂട്ടുന്നത്. ഏതൊരു ജോലി എടുത്താലും അതിനൊരു ബേസിക് പേയും അതിന്റെ ഒരു റേഞ്ചും പറഞ്ഞിട്ടുണ്ടാവും. 7th സെൻട്രൽ പേ കമ്മീഷൻ അനുസരിച്ച് ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് നോക്കിയാലോ. ബേസിക് പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 19,900 രൂപ. അടുത്തതായി ഏണിങ്സിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്, അഥവാ DA. ഡിയർനെസ് അലവൻസിന് മലയാളത്തിൽ ക്ഷാമബത്ത എന്നാണ് പറയുന്നത്. DA എന്ന് പറയുന്നത് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കാരണം ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും നൽകുന്ന ഒരുതരം സാമ്പത്തിക സഹായമാണ്. വർഷത്തിൽ 2 തവണയാണ് DA റിവൈസ് ചെയ്യുന്നത്, അതായത് ജനുവരിയിലും പിന്നെ ജൂലൈയിലും. ഈ DA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 55% ഓഫ് ബേസിക് പേ ആണ്. പക്ഷേ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്,
ട്രെയിൻ മാനേജർ അഥവാ പണ്ടതിനെ പറഞ്ഞിരുന്നത് ഗാർഡ് എന്നാണ്. ഈ 3 വിഭാഗങ്ങളെയും ചേർത്ത് റണ്ണിംഗ് സ്റ്റാഫ് എന്ന് പറയും. ഈ റണ്ണിംഗ് സ്റ്റാഫിന് മാത്രം 55% ഓഫ് ബേസിക് പേ ഡിയർനെസ് അലവൻസ് ആയി കൊടുത്താൽ പോരാ. പകരം എന്ത് കൊടുക്കണം? ബേസിക് പേ മൾട്ടിപ്ലൈഡ് ബൈ 1.3 എത്രയാണോ അതിന്റെ 55% ആണ് ഡിയർനെസ് അലവൻസ് ആയി റണ്ണിംഗ് സ്റ്റാഫിന് കൊടുക്കുന്നത്. ഇത് റണ്ണിംഗ് സ്റ്റാഫിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റെല്ലാ സ്റ്റാഫുകൾക്കും 55% ഓഫ് ബേസിക് പേ മാത്രമാണ് ഡിയർനെസ് അലവൻസ് ആയിട്ട് ഗവൺമെന്റ് പേ ചെയ്യുന്നത്. ഇതാ ജോലിയുടെ പ്രത്യേകത കാരണം കൊടുക്കുന്നതാണ് ഈ 30% എക്സ്ട്രാ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗാർത്ഥിക്ക് എത്രയാണ് ഡിയർനെസ് അലവൻസ് ആയി കിട്ടുന്നത്? 55% ഓഫ് ബേസിക് പേ മൾട്ടിപ്ലൈഡ് ബൈ 1.3. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ DA is equal to 55% of 19,900 multiplied by 1.3. ഇത് എത്രയാണെന്ന് നോക്കാം. ഈ ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡിയർനെസ് അലവൻസ് ആയിട്ട് ഈ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് 14,229 രൂപയാണ്. റൈറ്റ്. അടുത്തതായി ഏർണിംഗ്സിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഹൗസ് റെന്റ് അലവൻസ് അഥവാ HRA എന്ന് പറയും. ഇതെന്താണെന്ന് നോക്കാം. ഹൗസ് റെന്റ് അലവൻസ് ഒരു ഉദ്യോഗസ്ഥന് പേ ചെയ്യുന്നത് അദ്ദേഹത്തെ എവിടെ പോസ്റ്റ് ചെയ്യുന്നു, അതായത് വലിയ സിറ്റിയിലാണോ ചെറിയ സിറ്റിയിലാണോ ഇടത്തരം സിറ്റിയിലാണോ പോസ്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും എത്ര ഹൗസ് റെന്റ് അലവൻസ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം സിറ്റീസിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് എക്സ് ക്ലാസിഫൈഡ് സിറ്റീസ് എന്ന് പറയും, രണ്ടാമത്തേത് വൈ ക്ലാസിഫൈഡ് സിറ്റീസ്, മൂന്നാമത്തേത് സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ്. ഇതിൽ എക്സ് ക്ലാസിഫൈഡ് സിറ്റീസ് ആണെങ്കിൽ നമ്മുടെ മെട്രോ സിറ്റീസ്, മേജർ സിറ്റീസ് ഒക്കെയാണ് വരിക. അവിടെ നിങ്ങൾക്ക് HRA ആയിട്ട് കിട്ടുന്നത് 30% ഓഫ് ബേസിക് പേ മൾട്ടിപ്ലൈഡ് ബൈ 1.3. ഇത് റണ്ണിംഗ് സ്റ്റാഫിന് മാത്രമാണ്. അടുത്തത് വൈ ക്ലാസിഫൈഡ് സിറ്റീസ് ആണെങ്കിൽ 20% ആണ്. സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ് ആണെങ്കിൽ 10% ആണ്. ഇനി ഏതൊക്കെയാണ് ഈ എക്സ് വൈ സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഈ ടാബുലർ കോളത്തിൽ എക്സ് വൈ ആൻഡ് സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എക്സ് ക്ലാസിഫൈഡ് സിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയും കാണുന്ന സിറ്റീസ് ആണ്. ഹൈദരാബാദ്, ഡൽഹി, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഗ്രേറ്റർ മുംബൈ, പൂനെ, ചെന്നൈ, കൊൽക്കത്ത. ഇത്രയും സിറ്റീസ് ആണ് എക്സ് ക്ലാസിഫൈഡ് സിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ HR എത്ര കിട്ടും? 30%. റൈറ്റ്. അടുത്തതായി വൈ ക്ലാസിഫൈഡ് സിറ്റീസ് എന്താണെന്ന് നോക്കാം. വൈ ക്ലാസിഫൈഡ് സിറ്റീസ് ഒരുപാടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എക്സാമ്പിൾസ് ആയിട്ട്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് വൈ ക്ലാസിഫൈഡ് സിറ്റിയാണ്. കൊച്ചി, ട്രിവാൻഡ്രം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കൊല്ലം. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ സേലം, തിരുപ്പൂർ, കോയമ്പത്തൂർ, ട്രിച്ചി, മധുരൈ, ഈറോഡ്. അപ്പുറത്തെ കർണാടക നോക്കുകയാണെങ്കിൽ മാംഗ്ലൂർ, പിന്നെ വിജയവാഡ ഉണ്ട് ആന്ധ്രയിൽ. അങ്ങനെ നമുക്കറിയുന്ന സിറ്റീസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ. മൈസൂർ, രാജ്കോട്ട്, വഡോദര, ഭോപ്പാൽ, ഒരുപാട് സിറ്റീസ് ഉണ്ട്. ഇനി എന്താണ് സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ് എന്ന് പറയുന്നത്? എക്സ് ക്ലാസിഫൈഡ് സിറ്റീസും വൈ ക്ലാസിഫൈഡ് സിറ്റീസും അല്ലാത്തതായിട്ടുള്ള എല്ലാ സിറ്റീസും സെഡ് ക്ലാസിഫൈഡ് സിറ്റീസ് ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് 10% HRA ആണ്. 10%. എന്ത്? ബേസിക് പേന്റെ 10%. വൈ ക്ലാസിഫൈഡ് 20%, നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയതായി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്രയാണ് HRA ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്ലാസിഫൈഡ് സിറ്റിയിലാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന HRA എത്രയായിരിക്കും? HRA is equal to 30% ഓഫ് ബേസിക് പേ, അതായത് 19,900 മൾട്ടിപ്ലൈഡ് ബൈ 1.3. റണ്ണിംഗ് സ്റ്റാഫ് ആണല്ലോ. ഇത് ഏകദേശം എത്ര വരും നോക്കാം. ഹൗസ് റെന്റ് അലവൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7,761 രൂപയാണ്. റൈറ്റ്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. എന്താണ് ട്രാൻസ്പോർട്ട് അലവൻസ്? ഒരു ഉദ്യോഗാർത്ഥിക്ക് വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോയിട്ട് വരുന്നതിനുള്ള എക്സ്പെൻസസ് മാനേജ് ചെയ്യുന്നതിന് ഗവൺമെന്റ് തരുന്ന അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. ഇതും ബേസിക് പേ അനുസരിച്ചാണ് കൊടുക്കുന്നത്. പോരാത്തതിന് നിങ്ങളെ എവിടെ പോസ്റ്റ് ചെയ്യുന്നു, വലിയ സിറ്റിയിലാണോ ചെറിയ സിറ്റിയിലാണോ, അതിനനുസരിച്ച് കൂടിയിരിക്കും ട്രാൻസ്പോർട്ട് അലവൻസ് നിങ്ങൾക്ക് എത്രയാണ് തരേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ടേബിൾ നോക്കൂ. ഇവിടെ പേ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥി ലെവൽ 2ലാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് ഒരു ലോക്കോ പൈലറ്റ് ഗുഡ്സ്, എക്സ്പ്രസ് മെയിൽ, ലോക്കോ പൈലറ്റ് പാസഞ്ചർ
അവരൊക്കെ ലെവൽ 6-ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലെവലിനനുസരിച്ചും നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചും നിങ്ങളുടെ ട്രാൻസ്പോർട്ട് അലവൻസ് മാറും. ബിഗ് സിറ്റീസിലൊക്കെ ആണെങ്കിൽ, അതായത് എക്സ്ക്ലാസിഫൈഡ് സിറ്റീസ് ഒക്കെ ആണെങ്കിൽ ലെവൽ 2-ലാണെങ്കിൽ ₹1350 പ്ലസ് DA thereon. നേരെ മറിച്ച് മറ്റു സിറ്റികളാണെങ്കിൽ ₹900 പ്ലസ് DA thereon. ഇങ്ങനെയാണ് വരുന്നത്. ലെവൽ 6 ആണെങ്കിൽ അത് ഈ ടേബിൾ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറിയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ലെവൽ 2-ലാണ് വരിക. ഞാനിവിടെ എടുക്കുന്ന അസംഷൻ അദ്ദേഹത്തെ ഒരു ബിഗ് സിറ്റിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് അലവൻസ് എത്ര വരും? TA ഈസ് ഈക്വൽ ടു 1350 പ്ലസ് DA thereon, അതായത് 55% ആണ് DA. ഈ 1350-ന്റെ 55%, അതായത് 0.55 മൾട്ടിപ്ലൈഡ് ബൈ 1350. അപ്പൊ എത്ര വരും നോക്കാം. ഈ ഫോർമുല പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് ₹2093 റൈറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കിലോമീറ്ററേജ് അലവൻസ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അലവൻസ് ആണ് ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് നോക്കാം ഇതെന്താണ്. ഈ കിലോമീറ്ററേജ് അലവൻസിനെ നമ്മൾ റണ്ണിങ് അലവൻസ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ഒരു ലോക്കോ പൈലറ്റ് വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപയാണ് റണ്ണിങ് അലവൻസ് ആയി കിട്ടുന്നത് എന്നുള്ള ടേബിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി പാർട്ടിൽ ഉൾപ്പെടുന്നതാണ് റണ്ണിങ് അലവൻസ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ലോക്കോ പൈലറ്റ് മെയിൽ ആൻഡ് എക്സ്പ്രസ് ആണെങ്കിൽ അദ്ദേഹത്തിന് 100 കിലോമീറ്റർ ഓടിക്കുമ്പോൾ 530 രൂപയാണ് റണ്ണിങ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് 1 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ₹5.3. ഇനി ഒരു ലോക്കോ പൈലറ്റ് പാസഞ്ചർ ആണെങ്കിൽ 100 കിലോമീറ്റർ ഓടിച്ചാൽ ₹525. ലോക്കോ പൈലറ്റ് ഗുഡ്സ് ആണെങ്കിൽ 520. ലോക്കോ പൈലറ്റ് ഷണ്ടിങ് ആണെങ്കിൽ 403. സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിലും സെയിം ആണ്, ₹391. 100 കിലോമീറ്റർ ഓടിച്ചാൽ ₹391. ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സ്റ്റാർട്ടിംഗ് സാലറിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കുന്ന അസംഷൻ ഇദ്ദേഹം ഒരു മാസത്തേക്ക് 6000 കിലോമീറ്റർ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന അസംഷൻ. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ചിലപ്പോൾ 6000-ൽ കൂടാം, ചിലപ്പോൾ 6000-ൽ കുറയാം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഒരു എക്സ്പ്രസ് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ദൂരം അത് കവർ ചെയ്യും. നേരെ മറിച്ചൊരു ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ കുറെ സമയം എടുക്കും ഒരു ചെറിയ ദൂരം കവർ ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും കവർ ചെയ്യുന്ന കിലോമീറ്റേഴ്സ്. ഞാനിവിടെ ആവറേജ് ആയിട്ട് 6000 കിലോമീറ്റർ അദ്ദേഹം കവർ ചെയ്യുന്നു എന്നുള്ളതാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റണ്ണിങ് അലവൻസ് എത്ര വരും? റണ്ണിങ് അലവൻസ് ഈക്വൽ ടു 6000 മൾട്ടിപ്ലൈഡ് ബൈ 3.91 rupees. ഇത് എത്രയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിലോമീറ്ററേജ് അലവൻസ് അഥവാ റണ്ണിങ് അലവൻസ് ആയിട്ട് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് 23,460 രൂപയാണ്. ഓക്കെ. ഇനി അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് സെൽ അലവൻസ്. സെൽ അലവൻസ് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്, 105 രൂപ. അതൊരു ലോക്കോ പൈലറ്റ് മെയിൽ ആൻഡ് എക്സ്പ്രസ് ആയാലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയാലും രണ്ടുപേർക്കും കിട്ടുന്നത് 105 രൂപയാണ്. അത് ഫിക്സഡ് എമൗണ്ട് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. ഒരു ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള ഡ്യൂട്ടിയാണ്. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസിന് എലിജിബിൾ ആണ്. അത് എത്രയാണെന്ന് നോക്കാം, അതിന്റെ കാൽക്കുലേഷൻ. റെയിൽവേ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 22 hours ടു മോർണിംഗ് 6 o'clock. 22 hours എന്ന് പറയുന്നത് റെയിൽവേ ടൈമാണ്, അതായത് രാത്രി 10 മണി. അതിനെയാണ് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 8 മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടി, അതിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിന് എത്രയാണ് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് പേ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ബേസിക് പേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് അതിന്റെ ഫോർമുല. നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഫോർ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഡിവൈഡ് ബൈ 200. ഈ ഫോർമുല നിങ്ങൾക്ക് ബേസിക് പേ ഒക്കെ ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ബേസിക് പേയും ഡിയും കൊടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര നൈറ്റ് ഡ്യൂട്ടി അലവൻസ് റെയിൽവേ നിങ്ങൾക്ക് പേ ചെയ്യുന്നു എന്നുള്ളത് കിട്ടും. ഞാനിവിടെ എടുക്കുന്ന അസംഷൻ ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒരു മാസത്തിൽ 8 നൈറ്റ് ഡ്യൂട്ടികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുക്കുന്ന അസംഷൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന നൈറ്റ് ഡ്യൂട്ടി അലവൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫോർമുല പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന നൈറ്റ് ഡ്യൂട്ടി അലവൻസ് 1365 രൂപയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഏണിങ്സ് എന്ന ഹെഡറിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 68,913 രൂപയാണ് ലഭിക്കുന്നത്. തീർന്നില്ല, ഇനി നമുക്ക് ഡിഡക്ഷൻസ് നോക്കാനുണ്ട്. എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്? പ്രധാനമായും വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമാണ്.
നിങ്ങൾക്കറിയാം, ഇപ്പോൾ പങ്കാളിത്ത പെൻഷനാണ് നിലവിലുള്ളത്. മുൻപ് ഗ്യാരണ്ടീഡ് പെൻഷൻ ആയിരുന്നു, ഇപ്പൊ പങ്കാളിത്ത പെൻഷനാണ്. അതായത് 2004 ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവരും നാഷണൽ പെൻഷൻ സ്കീമിന് അണ്ടറിലാണ് വരുന്നത്. ഇവിടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും പെൻഷൻ ഫണ്ടിലേക്ക്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10% ഓഫ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ആണ്. എംപ്ലോയി, നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് ആണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ, 10% ഓഫ് ബേസിക് പേ പ്ലസ് ഡി. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതായത് റെയിൽവേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയെന്ന് നോക്കുകയാണെങ്കിൽ 14% ഓഫ് ബേസിക് പേ പ്ലസ് ഡി. അപ്പോൾ ഇത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുതിയതായി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലി പ്രവേശിക്കുന്ന ആൾ എത്രയാണ് അദ്ദേഹത്തിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ NPS-ലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, അതായത് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 3413 ആണ്. ഞാനിവിടെ അത് വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. 3413 രൂപയാണ് അദ്ദേഹത്തിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഡിഡക്ഷൻസ് കൂടിയുണ്ട്, അതെല്ലാം ചെറിയ എമൗണ്ടുകളാണ്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 100 രൂപ, റെയിൽവേ എംപ്ലോയി ഇൻഷുറൻസ് സ്കീം 30 രൂപ. അടുത്തത് പ്രൊഫഷണൽ ടാക്സ്, അത് നിങ്ങളെ എവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അതായത് ഡിപ്പെൻസ് അപ്പോൺ സ്റ്റേറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ തമിഴ്നാടു ആണ് കൊടുത്തിട്ടുള്ളത്, അവിടെ 208 രൂപയാണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് ഇൻകം ടാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഡിഡക്ഷൻസിൽ കാണിക്കേണ്ടി വരും. ഇവിടെ ഇദ്ദേഹത്തിന് ഇപ്പൊ ഇൻകം ടാക്സ് വരാനുള്ള സ്ലാബ് ആയിട്ടില്ല, അതുകൊണ്ട് ഇൻകം ടാക്സ് കാണിച്ചിട്ടില്ല. ഡിഡക്ഷൻസ് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 3751 രൂപയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഹാൻഡ് സാലറി എത്രയാണ്? ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഏണിങ്സിൽ നിന്നും ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നതാണ് ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത്. എത്രയാണ് നോക്കാം. ഇൻഹാൻഡ് സാലറി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് 68,913 മൈനസ് 3751, അതായത് 65,162 രൂപയാണ് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടുന്നത്. നല്ല സാലറി ആണല്ലേ? ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് റെയിൽവേ നല്ലൊരു സാലറിയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ഓഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട കുറച്ച് അലവൻസുകളെ കുറിച്ചാണ്. ഇനി ഇത് കൂടാതെ തന്നെ മറ്റു ചില അലവൻസുകളും റെയിൽവേ സ്റ്റാഫിന് ലഭിക്കാറുണ്ട്. അതിൽ ചില അലവൻസുകൾ റണ്ണിംഗ് സ്റ്റാഫിന് മാത്രമായിട്ടുള്ളതാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എപ്പോഴും കിട്ടുന്നതല്ല, സമയത്തിനും സന്ദർഭത്തിനനുസരിച്ചും മാറി മാറി വരുന്നതാണത്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ് അലവൻസ് എന്നുള്ളത്. ഇതൊക്കെയാണ് റണ്ണിംഗ് സ്റ്റാഫിന് കിട്ടുന്ന മറ്റു അലവൻസുകൾ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ അലവൻസുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചിലതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല, എങ്കിലും നമുക്കൊന്ന് ഓടിച്ചു പോകാം എന്തൊക്കെയാണ് അലവൻസ് എന്ന് നോക്കാം. ഡ്രസ് അലവൻസ്, യൂണിഫോം ഒക്കെ വാങ്ങാനുള്ള അലവൻസ്. ഡ്രസ് അലവൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 6250 രൂപയാണ് കിട്ടുന്നത്. അത് മിക്കവാറും ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലാണ് ക്രെഡിറ്റ് ആവുന്നത്. അടുത്തത് നാഷണൽ ഹോളിഡേ അലവൻസ്. ഒരു പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ റെയിൽവേ ആ വർഷത്തെ നാഷണൽ ഹോളിഡേസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സപ്പോസ് നിങ്ങൾ ആ നാഷണൽ ഹോളിഡേയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നാഷണൽ ഹോളിഡേ അലവൻസിന് എലിജിബിൾ ആണ്. ഇവിടെ ലെവൽ 1 and 2 ആണെങ്കിൽ, അതായത് ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലെവൽ 2ലാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിന് നാഷണൽ ഹോളിഡേയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 480 rupees ആണ് NH അലവൻസ് ആയി ലഭിക്കുന്നത്. ലെവൽ 3 to ലെവൽ 5 ആണെങ്കിൽ 596 rupees, ലെവൽ 6 to ലെവൽ 8 ആണെങ്കിൽ 788 rupees. ലോക്കോ പൈലറ്റ്, മെയിൽ ആൻഡ് എക്സ്പ്രസ്, പാസഞ്ചർ, ഗുഡ്സ് ഒക്കെ വരുന്നത് ലെവൽ 6ലാണ്. അവർക്ക് NH അലവൻസ് ആയി കിട്ടുന്നത് 788 രൂപയാണ്. അടുത്ത ഓവർ ടൈം അലവൻസ്. ഒരു നിശ്ചിത സമയം വർക്കിംഗ് ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിന് പുറമെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓവർ ടൈം അലവൻസിന് എലിജിബിൾ ആണ്. അടുത്ത് ബ്രീച്ച് ഓഫ് റെസ്റ്റ് അലവൻസ്. ഓരോ ഡ്യൂട്ടി കഴിയുമ്പോഴും ലോക്കോ പൈലറ്റിന് ഒരു നിശ്ചിത സമയം വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. സപ്പോസ് നിങ്ങളെ ആ വിശ്രമത്തിന്റെ ഉള്ളിൽ നിങ്ങളെ ഡ്യൂട്ടിക്ക് വിളിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും എമർജൻസി കാരണം നിങ്ങളെ ഡ്യൂട്ടിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രീച്ച് ഓഫ് റെസ്റ്റ് അലവൻസ് നൽകാൻ റെയിൽവേ ബാധ്യസ്ഥരാണ്. അടുത്ത് ഔട്ട് സ്റ്റേഷൻ റിലീവിംഗ് അലവൻസ് എന്ന് പറയും. മറ്റൊന്ന് ഔട്ട് സ്റ്റേഷൻ ഡിറ്റൻഷൻ അലവൻസ്, ഒഫീഷ്യേറ്റിംഗ് അലവൻസ്, റണ്ണിംഗ് അലവൻസ് ഓഫ് ലീവ്. ഇതൊരു രസകരമായിട്ടുള്ള അലവൻസ് ആണ്. ഒരു ലോക്കോ പൈലറ്റ് ലീവ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് പൈസ കിട്ടും. സൂപ്പർ അല്ലേ? അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഒരു റണ്ണിംഗ് സ്റ്റാഫ് ലീവ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ കിലോമീറ്ററേജ് അലവൻസ് നഷ്ടപ്പെടുകയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ തരുന്ന അലവൻസ് ആണ് റണ്ണിംഗ് അലവൻസ് ഓഫ് ലീവ്. ലീവ് എടുത്ത പൈസ ഇങ്ങോട്ട് കിട്ടും.
അടുത്തത് കോമ്പോസിറ്റ് ട്രാൻസ്ഫർ ഗ്രാൻഡ് അലവൻസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കാരണം ഒരു റണ്ണിങ് സ്റ്റാഫിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആ എക്സ്പെൻസ് മാനേജ് ചെയ്യാനുള്ള അലവൻസ് ആണ് കോമ്പോസിറ്റ് ട്രാൻസ്ഫർ ഗ്രാൻഡ് അലവൻസ്. അടുത്ത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, നല്ലൊരു അലവൻസ് ആണത്. അടുത്ത് ലീവ് എൻകാഷ്മെന്റ്. ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലീവ് റിസർവ് ഉണ്ടെങ്കിൽ, ഒരുപാട് ലീവ് നിങ്ങൾ എടുക്കാണ്ട് അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാശാക്കി മാറ്റാൻ സാധിക്കും. അതിനാണ് ലീവ് എൻകാഷ്മെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് മറ്റ് അലവൻസുകൾ. ഇത് എപ്പോഴും ലഭിക്കുന്നതല്ല, സമയവും സന്ദർഭവും അനുസരിച്ച് മാറി മാറി വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലോക്കോ പൈലറ്റിന്റെ ഒരു സാലറി സ്ലിപ്പാണ്. റിയൽ സാലറി സ്ലിപ്പാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. നോക്കൂ, ഇതൊരു റിയൽ പേ സ്ലിപ്പാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സീനിയർ ALP, സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പേ സ്ലിപ്പാണ്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് 14/10/2019. ഇപ്പോൾ 2025 ഏകദേശം 5-5.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം. ലെവൽ 4ലാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 27,900 അദ്ദേഹത്തിന്റെ ബേസിക് പേ. മദ്രാസ് ഡിവിഷനാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ്. അദ്ദേഹത്തിന്റെ മെയ് മാസത്തിലെ പേ സ്ലിപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ ഇതിൽ ഉണ്ടോ എന്നുള്ളത്. ഏർണിംഗ്സ് പാർട്ടും ഉണ്ട്, റിക്കവറി പാർട്ടും ഉണ്ട്, അതായത് ഡിഡക്ഷൻസ്. ഏർണിംഗ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് പേ 27,900, ഡിയർനെസ് അലവൻസ് 19,949, ഹൗസ് റെന്റ് അലവൻസ് 10,881, ട്രാൻസ്പോർട്ട് അലവൻസ് അദ്ദേഹത്തിന് 5,580 കിട്ടിയിട്ടുണ്ട്. കിലോമീറ്ററേജ് അലവൻസ് അദ്ദേഹത്തിന് 29,130 കിട്ടിയിട്ടുണ്ട്. അടുത്ത സെൽ അലവൻസ് ഫിക്സഡ് എമൗണ്ട് ആണ്, നമ്മൾ ആദ്യം തന്നെ കണ്ടല്ലോ, 105 രൂപ. അരിയർ സെൽ അലവൻസ് 105 രൂപ. അതായത് മുൻപ് ഏതെങ്കിലും മാസത്തെ സെൽ അലവൻസ് അദ്ദേഹത്തിന് റെയിൽവേ പേ ചെയ്യാനുണ്ടാവും, അത് ഡ്യൂ ടു സം റീസൺസ് പേ ചെയ്തിട്ടുണ്ടാവില്ല, അത് അരിയർ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ 105 രൂപ. ലീവ് അലവൻസ് റണ്ണിങ്, ഇതാണ് നേരത്തെ പറഞ്ഞ ലീവ് അലവൻസ്. അതായത് ലീവ് എടുക്കുകയാണെങ്കിൽ ലോക്കോ പൈലറ്റിന് ഇങ്ങോട്ട് പൈസ കിട്ടും. അദ്ദേഹം ഇവിടെ ലീവ് എടുത്തിട്ടുണ്ട്, അതിന്റെ അലവൻസ് ആണ് 1,395 രൂപ. അടുത്തത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് 1,993 രൂപ. നാഷണൽ ഹോളിഡേയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് കിട്ടിയ അലവൻസ് ആണ് നാഷണൽ ഹോളിഡേ അലവൻസ് 596 രൂപ. ഇനി റിക്കവറി പാർട്ടിലേക്ക് വരാം. ഡിഡക്ഷൻസ്, റെയിൽവേ എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീം ഗ്രൂപ്പ് സി 30 രൂപ പിടിച്ചിട്ടുണ്ട്. നാഷണൽ പെൻഷൻ സ്കീം ടയർ 1 5,622 രൂപ പിടിച്ചിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 100 രൂപ പിടിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ടാക്സ് തമിഴ്നാട് 208 രൂപ പിടിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏർണിംഗ്സ് പാർട്ടും റിക്കവറി പാർട്ടും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ് ഇൻ ഹാൻഡ് സാലറി എത്രയാണ്? ഏർണിംഗ്സ് മൈനസ് റിക്കവറീസ്. നെറ്റ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 91,674 രൂപ. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ മാസത്തെ നെറ്റ് ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി എത്രയാണെന്നുള്ളതാണ്. നോക്കാം. ഇവിടെ നോക്കൂ, ഇതൊരു ലോക്കോ പൈലറ്റ് മെയിൽ ആൻഡ് എക്സ്പ്രസിന്റെ റിയൽ പേ സ്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ലെവൽ 6 ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 68,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏർണിംഗ്സിലും റിക്കവറീസിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഏർണിംഗ്സിൽ ബേസിക് പേ വരുന്നുണ്ട് 68,000. ഡിയർനെസ് അലവൻസ് അദ്ദേഹത്തിന് 37,128 രൂപ. ഹൗസ് റെന്റ് അലവൻസ് 7,956 രൂപ. ട്രാൻസ്പോർട്ട് അലവൻസ് അദ്ദേഹത്തിന് 2,556 രൂപ കിട്ടിയിട്ടുണ്ട്. കിലോമീറ്ററേജ് അലവൻസ് അദ്ദേഹത്തിന് 28,090 കിട്ടിയിട്ടുണ്ട്. അലവൻസ് ഇൻ ലീവ് ഓഫ് കിലോമീറ്റേജ്, അതൊരു പ്രത്യേക അലവൻസ് ആണ്, 3,392 രൂപ കിട്ടിയിട്ടുണ്ട്. സെൽ അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് 105 രൂപ കിട്ടിയിട്ടുണ്ട്, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണല്ലോ. അഡീഷണൽ അലവൻസ് റണ്ണിങ് അത് 3,195 രൂപ, അത് ഈ ഹൈ സ്പീഡ് ട്രെയിൻസ് ഒക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേക അലവൻസ് ആണ്. അടുത്ത ലീവ് അലവൻസ്, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ട്, അതിന് റെയിൽവേ ഇങ്ങോട്ട് തന്ന അലവൻസ് ആണ് 2,632 രൂപ. നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആയിട്ട് 1,574 രൂപ കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഹോളിഡേ അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് 630 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് 2023 പേ സ്ലിപ്പാണ്, അതുകൊണ്ടാണ് നാഷണൽ ഹോളിഡേ അലവൻസ് 630 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട നാഷണൽ ഹോളിഡേ അലവൻസ് എന്ന് പറയുന്നത് നിലവിലെ നാഷണൽ ഹോളിഡേ അലവൻസിന്റെ റേറ്റുകളാണ്. ഇത് 2023 പേ സ്ലിപ്പ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേ സ്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അടുത്ത റിക്കവറിയിലേക്ക് പോകാം. പ്രൊവിഡന്റ് ഫണ്ട് സബ്സ്ക്രിപ്ഷൻ, ഇദ്ദേഹം NPS സബ്സ്ക്രൈബ് ചെയ്ത ആളല്ല, അപ്പോയിന്റ്മെന്റ് 2004 മുൻപാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹം PF 8,783 രൂപ കൊടുത്തിട്ടുണ്ട്.
അടുത്ത വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഓഫ് PF 5000 രൂപ. റെയിൽവേ എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീം 30 രൂപ. ഇദ്ദേഹത്തിന്റെ വരുമാനം അനുസരിച്ച് ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 20,218 രൂപ ഇൻകം ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 50 രൂപ. തമിഴ്നാട് പ്രൊഫഷണൽ ടാക്സ് 208 രൂപ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഏർണിങ്സ് മൈനസ് റിക്കവറീസ്. നെറ്റ് പേ അതായത് 1,20,969 രൂപയാണ് ഇദ്ദേഹത്തിന് നെറ്റ് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം വരുമാനം കൂടുന്നോ അത്രത്തോളം ടാക്സ് ഡിഡക്ട് ചെയ്യും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന് ഇവിടെ നോക്കൂ, 20,218 രൂപ മാത്രം ടാക്സ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? റെയിൽവേ നല്ലൊരു സാലറി പാക്കേജ് ആണ് ലോക്കോ പൈലറ്റിന് ഓഫർ ചെയ്യുന്നത്. ഇനി ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന, മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ഏതൊരു ജോലി നോക്കുമ്പോഴും തീർച്ചയായിട്ടും അതിന്റെ സാലറി പാക്കേജ് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ സാലറി മാത്രമല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം, വർക്ക് ലൈഫ് ബാലൻസ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ലോക്കോ പൈലറ്റിന്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഓൾറെഡി ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരോടെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച്, ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ ഈ ജോലി എന്നുള്ളത് കൂടി അന്വേഷിച്ചിട്ട് വേണം ഈ ജോലിയിലേക്ക് പോകാൻ. സാലറി മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഈ ജോലിയിലേക്ക് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വർക്ക് ലൈഫ് ബാലൻസും ബാക്കി നിങ്ങളുടെ പേഴ്സണൽ പ്രയോറിറ്റീസും എല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്നാണ് പുതിയതായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോക്കോ പൈലറ്റിന്റെ പേ സ്ട്രക്ചർ ആണ് ചർച്ച ചെയ്തത്. ഇതുപോലെ തന്നെ മറ്റ് ജോലികളുടെ പേ സ്ട്രക്ചറും തീർച്ചയായിട്ടും ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് പരിഗണിക്കൂ. നന്ദി.